2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ CPM-ൽ വൻ പൊട്ടിത്തെറി ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. പല മേഖലകളിലായി പല തരത്തിലേക്കാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കോട്ടയത്തും അതുപോലെ തന്നെ പത്തനംതിട്ടയിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിസങ്കീർണമാണ്. CPI കോട്ടയത്തെടുക്കുന്ന നിലപാട് കാർക്കശ്യം നിറഞ്ഞത് തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഒരു കാരണവശാലും CPI മാണി കോൺഗ്രസിനെ പിന്തുണയ്ക്കില്ല എന്ന് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. അതിന് കാരണം ജോസ് കെ മാണിയെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരെയോ ഒരിക്കലും അംഗീകരിക്കേണ്ട കാര്യം CPIക്കില്ല എന്നുള്ള കാര്യത്തിൽ ബിനോയ് വിശ്വം ഉറച്ചു തന്നെ നിൽക്കുകയാണ്. ജോസ് കെ മാണി UDFിലേക്ക് പോവുകയോ NDAയിലേക്ക് പോവുകയോ അത് ഞങ്ങളുടെ വിഷയമല്ല. ഏതായാലും ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് കൃത്യമായി ഞങ്ങളുടെ അവസരങ്ങളെ നഷ്ടപ്പെടുത്താൻ അനുവദിക്കില്ല എന്നുള്ള കാര്യത്തിൽ ബിനോയ് വിശ്വം ഉറച്ചു തന്നെ നിൽക്കുകയാണ്. നമുക്കറിയാം, നേരത്തെ രാജു എബ്രഹാമും രംഗത്ത് വന്നിരുന്നു. രാജു എബ്രഹാമിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്ന റാന്നി ഒഴിഞ്ഞുകൊടുത്താണ് കേരള കോൺഗ്രസ് M നേതാവായ പ്രമോദ് നാരായൺ അവിടെ വിജയിച്ചത്. കഷ്ടിച്ച് 1000 വോട്ടിന് കടന്നുകൂടിയെങ്കിൽ പോലും അവിടെ എടുത്തു പറയേണ്ടത് ഇത്തരത്തിൽ CPM കഷ്ടപ്പെട്ട് പൊരുതി നേടിയ സീറ്റുകളെല്ലാം തന്നെ ജോസ് കെ മാണിക്കും കൂട്ടർക്കും കൃത്യമായി ജയിക്കാൻ കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിക്ക് ഒരു MLA പോലും കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആകെ ഉറപ്പായി കരുതാൻ കഴിയുന്ന ഇടുക്കി നിയമസഭാ സീറ്റ് മാത്രമാണ്. ആ സീറ്റ് പോലും ഇനി ജയിക്കാൻ കഴിയുമെന്ന് റോഷിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. അതിനിടയിൽ റോഷി കൃത്യമായും കേരള കോൺഗ്രസ് റോഷി വിഭാഗം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിലും വലിയ രീതിയിലുള്ള സംശയം ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ജോസഫ് ഗ്രൂപ്പിൻ്റെ എല്ലാ രീതിയിലുള്ള ആശീർവാദവും പിന്തുണയും റോഷിക്ക് അങ്ങനെയെങ്കിൽ നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. UDFിലേക്ക് ലയിപ്പിക്കാൻ റോഷിക്ക് എന്താണ് ഇത്ര കാലതാമസം എന്നുള്ള കാര്യവും മോൻസ് ജോസഫ് ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്നുണ്ട്. മധ്യ തിരുവിതാംകൂറിലെ വോട്ടിൻ്റെ കാര്യത്തിൽ ജോസ് കെ മാണിക്ക് ഇനി ഒരു പ്രതീക്ഷയും വേണ്ട. ജോസ് കെ മാണി ഉള്ളിടത്തോളം കാലം ഇനി പാലായിലോ അല്ലെങ്കിൽ കോട്ടയത്തോ കേരള കോൺഗ്രസ് M-ന് വാഴാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം എന്നുള്ള നിർദ്ദേശം തന്നെയാണ് അണികൾ പറഞ്ഞിരിക്കുന്നത്. അണികൾ എല്ലാ രീതിയിലും ജോസ് കെ മാണിയെ ഉപേക്ഷിച്ച് കഴിഞ്ഞിരിക്കുന്നു. ആളില്ലാ പാർട്ടി ആയി കഴിഞ്ഞിരിക്കുന്നു കേരള കോൺഗ്രസ് M. നിയമ രീതിയിൽ പൊരുതി നേടിയ ഔദ്യോഗിക ചിഹ്നവും ഔദ്യോഗിക സ്ഥാനങ്ങളുമൊന്നും ഇനി ജോസ് കെ മാണിയെ പിന്തുണയ്ക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അധികം വൈകാതെ തന്നെ ജോസ് കെ മാണിക്ക് രാഷ്ട്രീയം വിടേണ്ടി വരും, കളം വിടേണ്ടി വരും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് M എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് തർക്കം എന്നുള്ള ആശയം തന്നെയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഉന്നയിക്കുന്നത്. വാസ്തവത്തിൽ ജോസ് കെ മാണിയെ പോലൊരു നേതാവാണ് ആ പാർട്ടിയെ തകർച്ചയിലേക്ക് എത്തിച്ചത്. മാണിയുടെ മരണത്തിന് ശേഷം കൃത്യമായും ജോസ് കെ മാണിയിലേക്ക് പാർട്ടി എത്തിയതോടുകൂടി അത് കലവും കുടവുമായി എന്നാണ് ഇപ്പോൾ ജോസഫ് കൃത്യമായി പറയുന്നത്.